ബാലഗോപാൽ അവരെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു വികസന നായകനായിട്ട് എനിക്ക് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കൊട്ടാരക്കരക്കാർക്കറിയാം അദ്ദേഹം വന്നതിന് ശേഷമുള്ളതായ ഈ കൊട്ടാരക്കരയുടെ വികസനം, അത് നമുക്ക് ഏവർക്കും വളരെ നന്ദിയോടെ സ്മരിക്കാം. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു വികസന പ്രവർത്തനങ്ങളിൽ വികസന നായകനാണ് അദ്ദേഹം. എങ്ങനെ 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 ഒന്നുകൂടി പറഞ്ഞേ റംബാച്ച. ബാലഗോപാൽ അവരെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു വികസന നായകനായിട്ട് എനിക്ക് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കൊട്ടാരക്കരക്കാർക്കറിയാം അദ്ദേഹം വന്നതിന് ശേഷമുള്ളതായ ഈ കൊട്ടാരക്കരയുടെ വികസനം, അത് നമുക്ക് ഏവർക്കും വളരെ നന്ദിയോടെ സ്മരിക്കാം. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു വികസന പ്രവർത്തനങ്ങളിൽ വികസന നായകനാണ് അദ്ദേഹം. റംബാച്ചൻ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ശുശ്രൂഷകനാണോ അതോ CPM പാർട്ടിയുടെ ശുശ്രൂഷകനാണോ? സംശയം കൊണ്ട് ചോദിക്കുക. കൊട്ടാരക്കരയുടെ വികസനത്തിന് വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് അദ്ദേഹം. പല പദ്ധതികളും ഇവിടെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. കൊട്ടാരക്കരയുടെ മുഖം മാറ്റത്തക്ക രീതിയിലുള്ള വികസന പരിപാടികളാണ് അദ്ദേഹം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അത് ശരിയാ റംബാച്ച, അതിലാർക്കും തർക്കമുണ്ടെന്ന് തോന്നുന്നില്ല. റംബാച്ചന് തർക്കമില്ലെങ്കിൽ പിന്നെ ആർക്കാ തർക്കം? ഓർത്തഡോക്സ് സഭയ്ക്ക് തർക്കമുണ്ടോ? അങ്ങനെയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ മേഖലയിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വളരെ സുത്യാഹമായ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൽ നമുക്ക് ഏവർക്കും അഭിമാനിക്കാം. ആർക്കും അഭിമാനക്കുറവില്ല. അങ്ങേക്ക് വല്ല കുറവുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അങ്ങേക്ക് കുറവില്ലാത്ത സ്ഥിതിക്ക് മറ്റാർക്കും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇനി അഥവാ അങ്ങ് ശുശ്രൂഷ ചെയ്യുന്ന പള്ളിക്കാർക്ക് വല്ല കുറവും ഉണ്ടോ എന്ന് നോക്കണം. വരാൻ വഴിയില്ല. അങ്ങ് അതൊക്കെ കൃത്യമായി നോക്കുന്ന ഒരു ശുശ്രൂഷകനാണെന്ന് അങ്ങേ അറിയാവുന്ന എല്ലാവരും സാക്ഷ്യപ്പെടുത്തും. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ശ്ലാഘിക്കുന്നു. കാരണം കൊട്ടാരക്കരയിലെ മുനിസിപ്പൽ കോംപ്ലക്സ്, അതിൻ്റെ കല്ലിടിയിൽ ഞാൻ ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഒരു ചെറിയ കെട്ടിടത്തിലാണ് ഇന്നത് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ കല്ലിട്ട് അതിൻ്റെ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു. ഒന്നുകൂടെ പറഞ്ഞേ. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ശ്ലാഘിക്കുന്നു. കാരണം കൊട്ടാരക്കരയിലെ മുനിസിപ്പൽ കോംപ്ലക്സ്, അതിൻ്റെ കല്ലിടിയിൽ ഞാൻ ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഒരു ചെറിയ കെട്ടിടത്തിലാണ് ഇന്നത് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ കല്ലിട്ട് അതിൻ്റെ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു. മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി കെട്ടിടം പണിയാൻ കല്ലിട്ടത് ശരിയാ. ബാക്കി പണി തുടങ്ങിയെന്ന് അങ്ങേക്ക് വല്ല ബോധ്യമുണ്ടോ? കൃത്യമായി അറിഞ്ഞിട്ടാണോ അങ്ങിത് പറയുന്നത്? നാളെ കള്ളം പറയരുത്. അതുപോലെ തന്നെ ഈ റോഡിൻ്റെ വികസനത്തിന് വേണ്ടി, ബൈപ്പാസിന് വേണ്ടിയുള്ളതായ സ്ഥലമെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. കൊട്ടാരക്കരയിൽ നമുക്കറിയാം, ഈ ഗതാഗതക്കുരുക്ക് കൊണ്ട് നമ്മളെല്ലാം വളരെ ബുദ്ധിമുട്ടുന്നതായ ഒരു പ്രശ്നം നമുക്ക് ഏവർക്കും അറിയാം. അത് കൊട്ടാരക്കരയിൽ കൂടെ കടന്നു പോകുന്നവർക്കും അറിയാം, കൊട്ടാരക്കര നിവാസികൾക്കും അറിയാം. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് അദ്ദേഹം ഇപ്പോഴും ബൈപ്പാസിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി സ്ഥലമെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. അത് ശരിയായി കഴിയുമ്പോൾ കൊട്ടാരക്കര ഒരു വലിയ വികസന മുന്നേറ്റം ഉണ്ടാകുന്നുള്ള യാതൊരു സംശയവുമില്ല. ഇങ്ങനെ പച്ച നുണ പറയാതെ, ഒരു വൈദികൻ കുത്തിയിരുന്ന് പച്ച നുണ പറയുമ്പോൾ ആളുകൾ അങ്ങേ പുച്ഛിക്കും. അങ്ങ് ധരിച്ചിരിക്കുന്ന ആ കുപ്പായത്തിന്റെ മാന്യതയും ബഹുമാനവും കളയരുത്. ബൈപ്പാസിന് വേണ്ടി ആരുടെ സ്ഥലമാ റംബാച്ച എടുത്തത്? ഓർത്തഡോക്സ് സഭയുടെ സ്ഥലം വലുതും എടുത്തോ? റംബാച്ചന്റെ കുടുംബക്കാരുടെ സ്ഥലം വലുതും എടുത്തോ? ഒരു സാറ്റലൈറ്റ് സർവേ നടത്തി, അത് ശരിയാ. ബഡ്ജറ്റിൽ തുകയും വകയിരുത്തി. ഇത് രണ്ടും ചെയ്താൽ ബൈപ്പാസ് ആകുമോ? റംബാച്ചൻ പറഞ്ഞത് ശരിയാ. കൊട്ടാരക്കരയുടെ മുഖച്ഛായ തന്നെ മാറും ബൈപ്പാസ് വന്നാൽ. അതിന് ബൈപ്പാസ് വരണം. വന്നെന്ന് പറഞ്ഞാൽ പോരെ റംബാച്ച? പ്രത്യേകിച്ച് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഒരു ഇടനാഴിയായിട്ട് കൊല്ലം, കൊട്ടാരക്കര, പുനലൂർ വഴിയുള്ളതായ തമിഴ്നാട്ടിലേക്കുള്ളതായ ഒരു ഗതാഗത മാർഗത്തെക്കുറിച്ചും വളരെ കൃത്യനിഷ്ഠമായിട്ട് അദ്ദേഹം വിഭാവനം ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ നാടിൻ നന്മയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു വികസന പ്രവർത്തനങ്ങളിൽ വികസന നായകനാണ് അദ്ദേഹം. പ്രത്യേകിച്ച് കൊട്ടാരക്കരയിൽ അദ്ദേഹം വന്ന കാലം മുതൽ കൊട്ടാരക്കരയുടെ വികസനത്തിന് വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് അദ്ദേഹം. പല പദ്ധതികളും ഇവിടെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം അക്കമിട്ട് പറയാനായിട്ട് ഞാനിപ്പോൾ ശ്രമിക്കുന്നില്ല. എങ്കിലും വേണ്ട റംബാച്ച, എല്ലാം പറഞ്ഞാൽ ഇപ്പോഴൊന്നും തീരത്തില്ല. ഒരു 10 എപ്പിസോഡായാലും തീരത്തില്ല. കൊട്ടാരക്കരക്കാർക്കറിയാം അദ്ദേഹം വന്നതിന് ശേഷമുള്ളതായ ഈ കൊട്ടാരക്കരയുടെ വികസനം, അത് നമുക്ക് ഏവർക്കും വളരെ നന്ദിയോടെ സ്മരിക്കാം. കൂടുതൽ പ്രവർത്തനങ്ങൾ നമ്മുടെ റോഡായിരുന്നാലും അതുപോലെ കെട്ടിടങ്ങളായിരുന്നാലും പുതിയ വികസന പ്രവർത്തനങ്ങളായാലും
കൂടുതൽ ഉണ്ടായി നമ്മുടെ നാട് കൂടുതൽ വികസിപ്പാൻ തക്കവണ്ണം അദ്ദേഹത്തിന് എല്ലാവരും കൈത്താങ്ങൽ കൊടുക്കണമെന്ന് തരുണത്തിൽ പ്രത്യേകമായിട്ട് ഞാൻ എല്ലാവരെയും ഉത്ബോധിപ്പിക്കുന്നു. അതിനെല്ലാവരുടെയും സഹകരണം അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകളെ ചുരുക്കും. റംബാച്ചൻ CPM-ന്റെ അംബാസഡറാണോ അതോ പാർട്ടി സഖാവോ? അല്ല, എൻ്റെ ഒരു സംശയം കൊണ്ട് ചോദിച്ചതാ. ഇത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഔദ്യോഗിക നിലപാടാണോ റംബാച്ച? അങ്ങനെ ഔദ്യോഗിക നിലപാടാണെങ്കിൽ അത് കാതോലിക്ക ബാവയല്ലേ പറയേണ്ടത്? ബാവ പറഞ്ഞത് സമദൂരമെന്നാ. റംബാച്ചൻ കേട്ട് കാണും. ഇനി ഭദ്രാസനത്തിന്റെ നിലപാടാണ് ആണെങ്കിൽ അതും ഭദ്രാസനം മെത്രാപ്പോലിത്ത തെയോദോറസ് തിരുമേനിയാണ് പറയേണ്ടത്. അല്ലെങ്കിൽ സെക്രട്ടറി ജോൺസൺ മുളമൂട്ടിൽ അച്ഛൻ പറയണം. അല്ലാതെ വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടാകരുത്. റംബാച്ചൻ ഇത് പറയാൻ സഭയോ ഭദ്രാസനമോ ചുമതലപ്പെടുത്തിയതായി എനിക്കറിയില്ല. ഞാനും ഒരു സഭാവിശ്വാസിയാണ്. എനിക്ക് ചോദിക്കാൻ അവകാശമുണ്ട്. കാരണം എൻ്റെ വിയർപ്പിൻ്റെ ഫലം കൂടി എടുത്ത അങ്ങേക്ക് സഭ ശമ്പളം തരുന്നത്. അല്ലാതെ ഓസിനല്ലല്ലോ പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുന്നത്. പിന്നെ മാത്യൂസ് തിതിയം ബാവയുടെ വിയർപ്പിൻ്റെ ഫലമാണ് അങ്ങ് ഇരിക്കുന്ന കസേര. തിരുമേനി ഒരിക്കലും ഇങ്ങനെയുള്ള വർത്തമാനം പറഞ്ഞിട്ടില്ല. ഇവിടെ ഇതിനു മുൻപും തെരഞ്ഞെടുപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും ഈ കസേരയിലിരുന്ന ആരും തന്നെ ഇങ്ങനെയുള്ള ഉടായ്പകൾ പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു പാർട്ടിക്കാർ മാത്രമല്ല സഭയിലുള്ളത്, അങ്ങയുടെ പള്ളിയിലും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും വിശ്വസിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും പള്ളിയിലും സഭയിലുമുണ്ട്. അങ്ങ് ശുശ്രൂഷ ചെയ്യുന്ന പള്ളിയിൽ ഈ പാർട്ടിക്കാർ മാത്രമാണോ ഉള്ളത്? അവിടുത്തെ വിശ്വാസികളുടെ ഇടയിൽ ഇനി അങ്ങേക്കുള്ള സ്ഥാനം ഞാൻ പറയേണ്ടതില്ലല്ലോ, കണ്ടറിഞ്ഞോളും. എന്തിനാണ് ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി. ലില്ലിപ്പൂക്കളെ മാത്രം ഇഷ്ടപ്പെടുന്ന അങ്ങേക്ക് പലതും മറയ്ക്കാനുണ്ട്. അതൊന്നും ഏറെ നാൾ മറഞ്ഞിരിക്കില്ല റംബാച്ച. അങ്ങേപ്പോലുള്ള മറ്റുള്ള വൈദികർ കൂടി ഇങ്ങനെ അഭിപ്രായം പറയാൻ തുടങ്ങിയാൽ സഭ എവിടെ പോയി നിൽക്കും? അങ്ങും വാഴക്കുന്നം അച്ഛനും തമ്മിൽ എന്ത് വ്യത്യാസം? അതുകൊണ്ട് ഞങ്ങളൊക്കെ രാജു അച്ഛനെ നോമന പേരിൽ വിളിക്കുന്ന ഈ സക്രിയ റംബാച്ചനെതിരെ സഭ നടപടിയെടുക്കണം. ഇല്ലെങ്കിൽ തെറ്റായ സന്ദേശമായിരിക്കും വിശ്വാസികളുടെ ഇടയിൽ പ്രചരിക്കുന്നത്. ഭദ്രാസന മെത്രാപ്പോലിത്തെ നോക്കൂത്തിയായി ആരും വെളിച്ചപ്പാടാകേണ്ടതെന്നാണ് വിശ്വാസികൾ ഒന്നടങ്കം പറയുന്നത്. ഈ റംബാച്ചൻ കോളേജിന്റെ ചുമതലയിൽ വന്നതിന് ശേഷമാണ് വിദ്യാർത്ഥികൾ മയക്കുമരുന്നിന് അടിമകളായത്. ആ കോളേജ് നശിച്ചത്. ഇനിയും കൂടുതൽ നശിക്കാതിരിക്കാൻ അതിൻ്റെ ചുമതലയിൽ നിന്ന് എത്രയും വേഗം ഇദ്ദേഹത്തെ മാറ്റി നിർത്തണം.